നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ് കണ്ടക്ടറെ മർദ്ദിച്ച് പണം അപഹരിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 16ാമത് തൃപ്രയാർ നാടക വിരുന്നിന് ഞായറാഴ്ച തുടക്കം. ഇത്തവണ 13 നാടകങ്ങൾ അരങ്ങേറും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബസ് കണ്ടക്ടറെ മർദ്ദിച്ച് പണം അപഹരിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര കരുവാംകുളം സ്വദേശി കളങ്കോളി വീട്ടിൽ 25 വയസ്സുള്ള സനലാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃപ്രയാർ ചേർപ്പ് തൃശൂർ റൂട്ടിൽ ഓടുന്ന അലീന ഷഫ്ന എന്ന സ്വകാര്യ ബസിലെ ജീവനക്കാരനായ കണ്ടക്ടർ പഴുവിൽ സ്വദേശി നവാസിനെ ആക്രമിച്ചാണ് പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത്. താന്യം ബസ് സ്റ്റോപ്പിൽ നിന്നും കയറിയ സനൽ കണ്ടക്ടറിൽ നിന്നും ബാഗ് തട്ടിപ്പറിക്കുന്നത് കണ്ട് യാത്രക്കാരിൽ ഒരാൾ ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാളെയും മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ വെച്ച് ബസ്സിന് പുറകെ ബൈക്കിലെത്തിയ 2 സംഘം യാത്രക്കാർ പിടിച്ചുവെച്ച സനലിനെ മോചിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കൊണ്ടുവന്ന് പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 16ാമത് തൃപ്രയാർ നാടക വിരുന്നിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15 ദിവസത്തെ പരിപാടികളിൽ 12 പ്രൊഫഷണൽ നാടകങ്ങളും ഒരു അമേച്ചർ നാടകവും 13 നാടകങ്ങൾക്ക് പുറമെ ഉദ്ഘാടന ദിവസം ഒരു ഗാനമേളയും സമാപന ദിവസം ഒരു കോമഡി മെഗാ ഷോയും. ഇങ്ങനെയാണ് 15 ദിവസത്തെ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ ഈ മാസം 22 മുതൽ ഒക്ടോബർ 6 വരെ 12 പ്രൊഫഷണൽ നാടകങ്ങളുടെ അവതരണവും ഗാനമേളയും മെഗാ ഷോയും അരങ്ങേറും. തൃപ്രയാർ നാടകവിരുന്ന് സംഘാടക സമിതി അവതരിപ്പിക്കുന്ന NN പിള്ളയുടെ കാബാലിക എന്ന നാടക അവതരണവും ഇതോടൊപ്പം നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ അധ്യക്ഷത വഹിക്കും. ഗീതാഗോപി MLA മുഖ്യാതിഥിയായിരിക്കും. സിനിമാ താരം ശശി കലിംഗ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ എന്നിവർ പങ്കെടുക്കും. ദിവസവും രാത്രി 7 മണിക്കാണ് നാടകാവതരണം. രാമു കാര്യാട്ട്, കഴിമ്പ്രം വിജയൻ നാടക അവാർഡ് സമർപ്പണവും നാടകവിരുന്നിന്റെ ഭാഗമായി നടക്കും. നാടകവിരുന്നിലെ ആദ്യ നാടകം 23-ന് കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസിന്റെ കായംകുളം കൊച്ചുണ്ണി അരങ്ങേറും. 24-ന് കൊച്ചിൻ സംഘചിത്രയുടെ അമരഗന്ധർവൻ, 25-ന് കോഴിക്കോട് രംഗഭാഷയുടെ ഉത്തരരാമായണം, 26-ന് കൊച്ചിൻ സംഘകലയുടെ അനുസരണയില്ലാത്ത അച്ഛൻ, 27-ന് തിരുവനന്തപുരം സൗപർണികയുടെ കനൽക്കാറ്റ്, 28-ന് തിരുവനന്തപുരം അക്ഷരകലയുടെ ചരൺദാസ് ചോർ, 29-ന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ സത്യം ഒരു നുണയല്ല, 30-ന് തിരുവനന്തപുരം സംഘകേളയുടെ കഥയല്ല ജീവിതം, ഒക്ടോബർ 1-ന് കോഴിക്കോട് സങ്കീർത്തനയുടെ മുച്ചിലോട്ട് ഭഗവതി, 2-ന് തൃപ്രയാർ നാടക വിരുന്നിന്റെ കാബാലിക, 3-ന് തൃശൂർ സദ്ഗമയുടെ കുഴിമടിയൻ, 4-ന് കൊച്ചിൻ കേളിയുടെ നാടിനകം നാടകം, 5-ന് കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ മാക്ബത്ത്, സമാപന ദിവസമായ 6-ന് കൊച്ചിൻ കലാദർശനയുടെ കോമഡി മെഗാ ഷോയായ ഹാപ്പി ജേർണി എന്നിവയും അരങ്ങേറും. സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ, ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ, സെക്രട്ടറി സുദേവൻ വേളയിൽ, കോർഡിനേറ്റർ PC ശശിധരൻ, NK ഹരിശ്ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് സർക്കിൾ കേന്ദ്രീകരിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കുള്ള അവധിക്കാല ത്രിദിന ക്യാമ്പിന്റെ 2ാം ദിവസമായ വെള്ളിയാഴ്ച തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ വിവിധ പരിപാടികൾ നടന്നു. PT, പരേഡ്, കരാട്ടെ, യോഗ എന്നീ കായിക ഇനങ്ങളാണ് നടന്നത്. തുടർന്ന് നടന്ന ഇന്റേണൽ ക്ലാസ്സിൽ DYSP CR സേവ്യർ SPCയുടെ ലക്ഷ്യങ്ങളെയും ഭാവി പരിപാടികളെയും കുറിച്ച് ക്ലാസ് എടുത്തു. പിന്നീട് ശുഭയാത്ര പരിപാടിയും ഉണ്ടായിരുന്നു. തളിക്കുളം സെന്ററിൽ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വാടാനപ്പള്ളി അഡീഷണൽ SI ജഗൽ ചന്ദ്രമോഹന്റെ നേതൃത്വത്തിൽ SPCയുടെ കേഡറ്റുകൾ റോഡ് നിയമപാലന പരിശോധനയും നടത്തി. നിയമം പാലിക്കുന്നവർക്ക് മധുരം നൽകി. നിയമലംഘനം നടത്തുന്നവർക്കുള്ള ബോധവൽക്കരണവും ക്യാമ്പിന്റെ ഭാഗമായുള്ള ശുഭയാത്ര നടത്തി. തുടർന്ന് കേഡറ്റുകൾക്ക് ഫിലിം പ്രദർശനവും ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി CPO T ജയകുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ ജയരാജൻ മാസ്റ്റർ, SPC സ്കൂൾ കോർഡിനേറ്റർ പ്രേംകുമാർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചേർക്കര ദിശ ആർട്സ് ആൻഡ് സ്പോർട്സ് ബോട്ട് ക്ലബ്ബും
മുറ്റിച്ചൂരിലെ ജലോത്സവ പ്രേമികളും സംയുക്തമായി ഒരുക്കിയ മുറ്റിച്ചൂർ ജലോത്സവം ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ജീവനാഡിയായ കനോലി കനാലിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഏറ്റവും ആഹ്ലാദവത്തായ മുഹൂർത്തമാണ് മുറ്റിച്ചൂർ ജലോത്സവം. മലയാളികളുടെ പ്രിയപ്പെട്ട ഓണാഘോഷത്തിൻ്റെ ഈ നാളുകളിൽ ഏറ്റവും നല്ല നിലയിൽ മനോഹരമായ രീതിയിൽ ഈ ജലോത്സവം ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ ദിശ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികളെയും സംഘാടകരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ജലോത്സവമാണ്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ജലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള ജലോത്സവങ്ങൾ. ഈ ജലോത്സവങ്ങൾ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും തന്നെ മാതൃക പകരുന്നതാണ്. സംഘാടക സമിതി ചെയർപേഴ്സൺ ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, സംഘാടക സമിതി കൺവീനർ PC മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. A, B, C ഗ്രേഡുകളിലായി 21 വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. എത്ര മനോഹരമായ മത്സരം, എത്ര ഉജ്ജ്വലമായ മത്സരം, ആവേശകരമായ മത്സരം, വളരെ മനോഹരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് പങ്കെടുത്തു വരുമ്പോൾ ഇവരൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ്. കാശിനാഥൻ നമ്പർ 14 സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഉജ്ജ്വലമായി തെളിഞ്ഞുകൊണ്ട് കാശിനാഥൻ വളരെ മുന്നിൽ അങ്ങനെ കുതിച്ച് വളരെ മനോഹരമായി അവർക്കും കൊടുക്കുക ഒരു നല്ല കൈയടി. അവര് നമ്മുടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നവരല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് ആകാശ നീലയും മഞ്ഞയും ഒക്കെയുള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് ശ്രീ പാർത്ഥസാരഥി മനോഹരമായി 15-ാം നമ്പർ വള്ളം മനോഹരമായിട്ട് അങ്ങനെ ഫിനിഷിംഗ് പോയിട്ട് കടന്നുപോയിരിക്കുകയാണ്. പക്ഷെ വലിയ പണ്ഡിതന് ഇത് ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എന്തൊരു കുതിപ്പാണ്, എന്തൊരു കുറച്ചിലാണ്, എന്തൊരു ആവേശമാണ്. അവരെങ്ങനെ പറന്നു വരികയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. പച്ചപ്പനമ്പത്ത് അങ്ങനെ പാടി തുഴഞ്ഞു വരുന്നത് പോലെ അങ്ങനെ വലിയ പണ്ഡിതൻ കൊതിച്ച് 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 അങ്ങനെ തമ്മിച്ചേട്ടനും അങ്ങനെ സാവിയോയും ഒക്കെ അമരത്തും അണിയത്തും ഒക്കെ നിന്ന് ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അവരങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ജലറാണി വളരെ മനോഹരമായി 2ാം സ്ഥാനത്ത് അങ്ങനെ മനോഹരമായി. പക്ഷേ ഗുരുവായൂരപ്പന് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായി തുറഞ്ഞുകൊണ്ട് ആവേശത്തിൽ തുറഞ്ഞുകൊണ്ട് അയ്യടാ പോയടാ എന്നുള്ള താളത്തില് എന്നൊരൊറ്റ കുതിര ശക്തിയുടെ കുതിപ്പില് മനോഹരമായി തുറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ അങ്ങനെ വളരെ മനോഹരമായി തുറഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നപ്പോ ശ്രീ മുത്തപ്പൻ ഏകദേശം ഒരു വഞ്ചിപ്പാടിന്റെ വ്യത്യാസത്തിൽ വളരെ മനോഹരമായി അവരും അങ്ങനെ തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയിരിക്കുകയാണ്. ഏകീകൃത 2ാമത് ഹീറ്റ്സ് മത്സരം കഴിഞ്ഞു. ഉഗ്രമായൊരു പ്രകടനമൊക്കെ നടത്തി. എന്തൊരു വരവ്, എന്തൊരു കുത്ത്, എന്തൊരു ചാടി കുത്തി മനോഹരമായി ആകാശം മുട്ട ജലഗണങ്ങളെ കോരിയെറിഞ്ഞ് എന്തൊരു വരവാണ് എന്റെ പിക്ക്. എന്തൊരു മനോഹരമായ വരവ്, എന്തൊരു മത്സരം മനോഹരമായി തുഴഞ്ഞുകൊണ്ട് ശരവണൻ വളരെ മനോഹരമായിട്ട് ട്രാക്കൊന്ന് നേരെയാക്കി അവരും ഫിനിഷിംഗ് പോയിന്റിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടന്നു പോകും എന്ന് വിശ്വസിക്കാം. കഴിഞ്ഞ വർഷമായിട്ട് 2 വള്ളം അദ്ദേഹം പണിതിറക്കി. അതില് ഏറ്റവും പുതിയ വള്ളം വിഷ്ണുമായ 1ാം നടുവശത്തെ ട്രാക്കിലൂടെ. ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഈ മുറ്റിച്ചൂർ ഇതം പ്രഥമമായ ജലോത്സവത്തിലെ ട്രോഫി സീക്രട്ട് വിഭാഗത്തിൽ ഞങ്ങൾ തന്നെ മുത്തമിടും ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഉജ്ജ്വലമായി തുഴഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി തുഴഞ്ഞുകൊണ്ട് അങ്ങനെ പൊന്നനത്തമ്മ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. 2ാം സ്ഥാനത്തിന് വേണ്ടി വളരെ മനോഹരമായി തുഴയുന്നുണ്ട് വിഷ്ണുമായെയും പൊന്നനത്തമ്മ നമ്പർ 2. പ്രിയമുള്ളവരെ, പൊന്നനത്തമ്മ നമ്പർ 2 ഫിനിഷിംഗ് പോയിന്റിൽ മുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പോലീസ് ബോട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ മുങ്ങിപ്പോയ വള്ളത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കലാപത്തിനിരയായ മുസാഫർ നഗറിലെ ജനങ്ങൾക്കു വേണ്ടി CPIM-ന്റെ നേതൃത്വത്തിൽ ധനശേഖരണം നടത്തി. ചന്ദ്രാപിന്നിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ഫൽഗുണൻ, MK രാമചന്ദ്രൻ, TV മനോഹരൻ എന്നിവരും കയ്പമംഗലത്ത് PC മനോജ്, KC ശേഖരൻ, VG വിശ്വനാഥ്, PA മുഹമ്മദ്, PA സഗീർ എന്നിവരും നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.